എജു ഹിന്ദി സ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ ചിഹ്നങ്ങളൊന്നും ചേരാത്ത വേർഡ്സുകൾ പഠിച്ചല്ലേ, അതെങ്ങനെ വായിക്കാം എഴുതാമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നം ചേർന്ന് വരുന്ന വേർഡ്സുകൾ പഠിച്ചാലോ. അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്കപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടന്നാലോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നം ചേർന്ന് വരുന്ന വാക്കുകളാണ്. ആ എന്ന സ്വരാക്ഷരം ഇതാണ്, അതിൻ്റെ ചിഹ്നം എങ്ങനെയാണെന്ന് മനസ്സിലായി എല്ലാവർക്കും? ഇങ്ങനെയാണ് ചിഹ്നം ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അത് ചേർന്ന് വരുന്ന കുറച്ച് വാക്കുകൾ നോക്കാം. ഓക്കെ, ആദ്യം ഞാൻ എഴുതുന്നത് കായാണ്. ഉണ്ടാവും കാ, പെൻസിലാക്ഷരം കാ. കായുടെ കൂടെ ഞാൻ ആയുടെ സിമ്പിൾ ചേർക്കുന്നു. വീണ്ടും ഞാൻ ഇതേതക്ഷരമാണ് ലായ അല്ലേ, പെൻസിലാക്ഷരം ലായ. അതിൻ്റെ കൂടെ വീണ്ടും ഞാൻ ആയുടെ സിമ്പിൾ ചേർക്കുന്നു. അപ്പോൾ ഇതെന്തായി കാണും? കായുടെ കൂടെ ആയുടെ ചിഹ്നം ചേർത്തു. നോക്കി, കായുടെ കൂടെ ആയുടെ ചിഹ്നം ചേർത്തു. അപ്പോൾ എന്നു വായിക്കും? കാ. അടുത്ത് ഞാൻ ലാ എഴുതി. ലായുടെ കൂടെ ഞാൻ വീണ്ടും എന്താണ് ആയുടെ ചിഹ്നം ചേർത്തു. അപ്പോൾ എന്തായി? ലാ. അപ്പോൾ ഇത് മൊത്തത്തിൽ എന്നായി? കാ ലാ, കാല. ഓക്കെ, കാല. മനസ്സിലായോ? ഇനി അതേപോലെ നമുക്ക് അടുത്ത് നോക്കാവേ. ഇതേതക്ഷരമാണ്? മായ അല്ലേ. മായയുടെ കൂടെ ആയുടെ സിമ്പിൾ ചേർക്കുന്നു. വീണ്ടും ഞാൻ വ്യഞ്ജനാക്ഷരം യാ എഴുതുന്നു. യായുടെ കൂടെ ആയുടെ സിമ്പിൾ ചേർക്കുന്നു. അപ്പോൾ നോക്കിയാണേ, മായ എഴുതി, മായയുടെ കൂടെ ആയുടെ സിമ്പിൾ ചേർത്തു. യാ എഴുതി, യായുടെ കൂടെ ആയുടെ സിമ്പിൾ ചേർത്തു. അപ്പോൾ മായയുടെ കൂടെ ആയുടെ സിമ്പിൾ ചേർത്തപ്പോൾ എന്നായി? മാ. യായുടെ കൂടെ ആയുടെ സിമ്പിൾ ചേർത്തപ്പോൾ എന്നായി? യാ. അപ്പോൾ ഇതെന്താണ് മൊത്തത്തില്? മായ. മായ. അപ്പോൾ എന്നായി മൊത്തത്തില്? മായ. ഓക്കെ, ഇനി അതേപോലെ നമുക്ക് അടുത്തത് ഇത് ഏതക്ഷരമാണ്? ന്യായ. ന്യായുടെ കൂടെ ഞാൻ ആയുടെ സിമ്പിൾ ചേർക്കുന്നു. വീണ്ടും ഞാൻ ഒരു ന്യായം കൂടി എഴുതി ആയുടെ സിമ്പിൾ ചേർക്കുന്നു. അപ്പോൾ ഇതെങ്ങനെ എഴുതാം നമുക്ക്? ന്യായുടെ കൂടെ ആയുടെ സിമ്പിൾ ചേർത്തു. വീണ്ടും ന്യായുടെ കൂടെ ആയുടെ സിമ്പിൾ ചേർത്തു. അപ്പോൾ ഇതെന്നായി? ഞാ ഞാ ഞാന. അപ്പോൾ ഇത് മനസ്സിലായോ? ഞാന. അപ്പോൾ ആദ്യത്തെ ഏതാണ്? കാല, മായ, ഞാന. അടുത്തത് നോക്കിയാണേ, അടുത്ത അക്ഷരം ഞാൻ എഴുതുവാണേ. ഇത് ഏതക്ഷരമാണ്? ദായ. ദായുടെ കൂടെ ആയുടെ സിമ്പിൾ ചേർക്കുന്നു. വീണ്ടും ദായ എഴുതി ആയുടെ സിമ്പിൾ ചേർത്തു. ഇനി നമ്മൾ മൊത്തത്തിൽ എഴുതുമ്പോൾ ദായ എഴുതി ആയുടെ സിമ്പിൾ ഇട്ടു. വീണ്ടും ദായ എഴുതി ആയുടെ സിമ്പിൾ ചേർക്കുന്നു. അപ്പൊ ഇതെന്നായി? ദാ 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 ദാ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഞാൻ ജാ എഴുതി. ജായുടെ കൂടെ ആയുടെ സിമ്പിൾ ചേർക്കുന്നു. വീണ്ടും ലാ എഴുതി ആയുടെ സിമ്പിൾ ചേർക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ചെയ്യാൻ പോകണേ. ജാ ആയുടെ സിമ്പിള്, ലാ ആയുടെ സിമ്പിള്. ഇതെന്നായി? ജായുടെ കൂടെ ആയുടെ സിമ്പിൾ ഇട്ടപ്പോൾ ജാ, ലായുടെ കൂടെ ആയുടെ സിമ്പിൾ ഇട്ടപ്പോൾ ലാ, ജാല. ഓക്കെ, ജാല. ഓക്കെ, ഇനി അടുത്തത് രാ എഴുതി ആയുടെ സിമ്പിൾ ഇട്ടു. വീണ്ടും ഒരു രാ എഴുതി ആയുടെ സിമ്പിൾ ഇട്ടു. അപ്പോൾ നമ്മൾ ഇനി എഴുതുവാണേ. രാ എഴുതി ആയുടെ സിമ്പിൾ ഇട്ടു. വീണ്ടും ഒരു രാ എഴുതി ആയുടെ സിമ്പിൾ ഇട്ടു. ഇതിപ്പോൾ എന്നായി? രാര, രാര. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇങ്ങനെ എഴുതുന്നേ? അപ്പോൾ ഇതെങ്ങനെയാണ്? കാല, മായ, ജ്ഞാന, ദാദ, ജാല, രാര. അപ്പോൾ ഇതുപോലെയുള്ള വേർഡ്സുകളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും ഒക്കെ കാണും. അപ്പോൾ അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അത് വായിക്കുന്നത് എങ്ങനെയാണെന്ന്, എഴുതുന്നത് എങ്ങനെയാണെന്നും നിങ്ങൾ ഒന്ന് ശ്രമിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ആയുടെ സിമ്പിൾ വരുന്നത് ഇങ്ങനെയാണ്, അത് എഴുതുന്നത് ഇങ്ങനെയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളത് കൂടുതൽ വാക്കുകൾ എഴുതി വായിച്ച് നോക്കണം. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.